ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ചട്ടി ഒന്ന് മയക്കെടുക്കാമെന്ന്. ഒരു ദിവസം കൊണ്ട് ഈ ചട്ടി ഒന്ന് മയക്കെടുക്കാമെന്ന്. ഇതുണ്ടല്ലോ, ഞാൻ ഈയിടെ ഒരു പുതിയ കേരള സ്റ്റോറിൽ പോയില്ലേ, അപ്പം അവിടെ ഇഷ്ടം പോലെ ടൈപ്പ് ചട്ടികളുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വലിയ ചീനച്ചട്ടി മോഡലിലൊരെണ്ണം. ഇത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു കടായി ടൈപ്പ് ഒരു ചട്ടിയാണ്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്കിത് എടുക്കാൻ തോന്നി. അപ്പം അത് ഞാൻ വാങ്ങിച്ചു. ഇത് നമുക്കൊന്ന് മയക്കെടുക്കണം. അപ്പം ഞാൻ ചെയ്യാറുള്ളത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുന്നത്, വെളിച്ചെണ്ണ പുരട്ടി വെയിലത്ത് വെച്ച് അതൊരു 3-4 ദിവസം അങ്ങനെ വെളിച്ചെണ്ണ പുരട്ടി വെയിലത്ത് വെച്ചായിരുന്നു ഞാൻ മയക്കിക്കൊണ്ടിരുന്നത്. ഞാൻ വിചാരിച്ചു ഒരു ദിവസം കൊണ്ട്, ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി തപ്പിപ്പിടിച്ച് എടുത്ത ഒരു സംഭവം തന്നെയാണ്, ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ചട്ടി മയക്കുന്ന പരിപാടിയുണ്ട്. അപ്പം അത് ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പം അങ്ങനെ ഞാനിത് ഒരു ദിവസം കൊണ്ട് മയക്കിയെടുക്കാൻ പോവാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യം നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സോപ്പിട്ട് കഴുകല്ല. പ്രത്യേകിച്ച് പുതിയ മൺചട്ടി കടലമാവോ അരിപ്പൊടിയോ ഗോതമ്പൊടിയോ അങ്ങനെയുള്ള സംഗതികളിട്ട് കഴുകുന്നതായിരിക്കും നല്ലത്. പുതിയ മൺചട്ടി എന്നല്ല, എല്ലാ മൺചട്ടിയും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാണെങ്കിലും ഇതുപോലെ കുറച്ച് അരിപ്പൊടിയോ കടലമാവോ വല്ലതും ഇങ്ങനെ എടുത്തു വെച്ചേക്കണം ഒരു പാക്കറ്റിനകത്ത്, ഒരു ടിന്നിനകത്ത്. അതിട്ട് കഴുകുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ കേട്ടിരിക്കുന്നത്. കാരണം ഈ നമ്മുടെ നമ്മുടെ മൺചട്ടി പ്രത്യേകിച്ച് ആദ്യമായിട്ടൊക്കെ കഴുകുമ്പോഴത്തേനും സോപ്പൊക്കെ ഇട്ട് കഴുകിക്കഴിഞ്ഞാൽ അത് സക്ക് ചെയ്യും, ഇതിനകത്തേക്ക് വലിക്കും. സോപ്പിന് നമ്മുടെ കറികളിലൊക്കെ വരത്തില്ലേ, ഈ ഇതിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറികളിലൊക്കെ അത് വീഴത്തില്ലേ സോപ്പൊക്കെ. അപ്പം അതിന് പകരം ഇതിട്ട് കഴുകുന്നതായിരിക്കും നല്ലത്. ഇത് ചകിരി മീൻസ് തേങ്ങയുടെ മറ്റേ മൂക്കിന്റെ ഭാഗമില്ല, നമ്മൾ ഇവിടെയൊക്കെ തേങ്ങ മേടിക്കുമ്പം തേങ്ങയുടെ ആ ഒരു മൂക്കിന്റെ ഭാഗം ആയിട്ടാണ് തരുന്നത്. അത് ഞാനിങ്ങനെ എടുത്തു വെക്കും ഇതുപോലെ ചട്ടിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. അരിപ്പൊടി ഇട്ട് നമുക്ക് നന്നായിട്ട് കഴുകാം. നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഇത് നിറച്ചും ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് നിറച്ചും വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് തേയിലപ്പൊടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം വലിയ നമ്മുടെ മൺചട്ടിയാണ്. അപ്പം ഇച്ചിരി സമയം പിടിക്കുന്ന പരിപാടിയാണ്. ഇത് നന്നായിട്ടൊന്ന് കുറുക്കി നമ്മുടെ വറ്റിച്ചെടുക്കണം തേയിലപ്പൊടി ഇട്ടിട്ട്. ചിലർ വാളംപുളി ഇട്ട് കണ്ടിട്ടുണ്ട്, പിന്നെ വാളംപുളിയും തേയിലയും കൂടെ ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. ഞാനിപ്പം വിചാരിച്ചു തേയിലപ്പൊടി ഇട്ട് കാണിക്കാമെന്ന്. കാരണം കുറച്ചുകൂടെ എളുപ്പം, കുറച്ചുകൂടെ തേയിലയാകുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും കാണുമല്ലോ, വാളംപുളിയും കാണുമായിരിക്കും. എന്നാലും ഞാൻ തേയിലയിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ച് എടുക്കണം. അപ്പം അതിച്ചിരി സമയം എടുക്കുന്ന പ്രോസസ്സാണ്. പ്രത്യേകിച്ച് വലിപ്പവും കൂടെ ഉള്ളത് കൊണ്ട് ഇച്ചിരി സമയം പിടിക്കുന്ന പരിപാടിയാണ്. നമുക്കപ്പോൾ അത് ചെയ്യാം. കുറച്ചേറെ തേയിലപ്പൊടി ഇട്ട് ഇനി ഇത് തിളച്ച് കുറച്ച് വറ്റി വരട്ടെ. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം വറ്റി ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിരുന്ന് നന്നായിട്ട് ആറട്ടെ. അപ്പോൾ ഇതിപ്പം നന്നായിട്ട് ആറിയിരിപ്പുണ്ട്.
നല്ലതായിട്ട് ആറിയിരിപ്പുണ്ട്. ഇനി നമുക്കിത് ഈ വെള്ളം കളഞ്ഞിട്ട് ഇത് വീണ്ടും അരിപ്പൊടിയൊക്കെ വെച്ച് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ കഴുകാവുള്ളൂ, ചൂടോടെ കഴുകല്ല. ഇത് അരിച്ച് കഴുകണം. അപ്പം ഞാനത് അരിച്ചോണ്ട് വരട്ടെ. അപ്പം ഇത് നമുക്ക് വീണ്ടും അരിപ്പൊടിയോ കടലപ്പൊടിയോ ഒക്കെ നമുക്ക് കഴുകാം. ഇനി നമുക്കിതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പൊ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം കംപ്ലീറ്റ് മൊത്തമായിട്ട് നമുക്ക് എണ്ണ പുരട്ടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിപ്പോ ഞാൻ എന്താ പറയുന്നേ, സ്റ്റൗ കത്തിച്ചിട്ടാണ് ഞാൻ ഇത് ഉണക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയാലും മതി, പക്ഷെ സ്റ്റൗവിൽ വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഉണക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഡ്രൈ ആയതിനു ശേഷം എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇച്ചിരി നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിത് എന്താ പറയുന്നത്, ഇത് നമുക്ക് ഈ എണ്ണയെല്ലാം നന്നായിട്ട് പുരട്ടി കൊടുക്കണം. നമ്മൾ ഈ ചൂടായിട്ടുള്ള ചട്ടിയിലേക്കാണ് ഈ എണ്ണ പുരട്ടി കൊടുക്കുന്നത്. മൊത്തവും പുരട്ടണം. ചട്ടി നല്ല ചൂടായിട്ടിരിക്കുക, കാരണം നമ്മൾ ഗ്യാസിൽ വെച്ച് നല്ലപോലെ ഡ്രൈ ആക്കി എടുത്തതല്ലേ. അപ്പം അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ എണ്ണ ഫുൾ ഇതിൽ പുരട്ടി കൊടുക്കണം. അകത്തും പുറത്തും നന്നായിട്ട് പുരട്ടി കൊടുക്കണം. ഞാനുണ്ടല്ലോ അവിടെ വെച്ച് ഈ എണ്ണ പുരട്ടി ശരിയായിട്ട് പുരട്ടാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ന്യൂസ് പേപ്പർ ഇട്ടിട്ട് എനിക്ക് ക്യാമറയും ഇത് പുരട്ടാനും ഒക്കെ കൂടെ ഭയങ്കര പാട്. ഈ എണ്ണയെല്ലാം അങ്ങ് സക്ക് ചെയ്തോളും ഈ ചട്ടി. കുറച്ച് കഴിയുമ്പോൾ എണ്ണയെല്ലാം നന്നായിട്ട് സക്ക് ചെയ്ത് ഇരിക്കും ഇതിൽ പിടിച്ച്. അപ്പം എണ്ണ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനത് എണ്ണയൊക്കെ നന്നായിട്ട് അതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു 1-2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഇത് നന്നായിട്ട് എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ എണ്ണ കൂടുതലാന്ന് തോന്നത്തില്ല, ആ എണ്ണയെല്ലാം നല്ല പോലെ ഈ ചട്ടിയിൽ ചട്ടി അങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ദിവസം കൊണ്ട് ചട്ടി മയക്കുന്ന ഇത് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതൊന്ന് കഴുകിയിട്ട് വെളിച്ചെണ്ണ പുരട്ടി, അന്ന് വെളിച്ചെണ്ണയാണ് ഞാൻ പുരട്ടുന്നത്. വെളിച്ചെണ്ണ പുരട്ടി വെയിലത്ത് വെക്കും. വെയിലത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അങ്ങനെ ഒരു 3-4 ഒരാഴ്ച കൂടുതൽ ഇങ്ങനെ വെളിച്ചെണ്ണ പുരട്ടി വെയിലത്ത് വെച്ചാണ് ഞാനത് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അപ്പോഴും വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. വേറെ എന്താ എണ്ണ? എള്ളാട്ടി എണ്ണയാണ്. മറ്റേ നമ്മുടെ ഇരുമ്പ് പാത്രത്തിനകത്തൊക്കെ വെള്ളാട്ടി എണ്ണയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ മയക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിൽ ഞാൻ വെളിച്ചെണ്ണയാണ് അതുകൊണ്ട് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ പുരട്ടി എല്ലാം വെക്കും. അപ്പൊ ഇതിപ്പം വെച്ചിരിക്കുകയാണ്. ഇത് ഇനി വെളിച്ചെണ്ണ മൊത്തം വറ്റട്ടെ. ഒരു 1-1.5 മണിക്കൂറിനകം വെളിച്ചെണ്ണ മൊത്തം ഇതിനകത്തെ പിടിച്ചെടുക്കും. എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു പരിപാടിയും കൂടെ ചെയ്യേണ്ട. അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ചട്ടി മയങ്ങി കിട്ടും എന്നാണ്. അപ്പൊ ഇത് ഇനിയെല്ലാം വറ്റി വരുന്നിടം വരെ ഞാൻ എൻ്റെ ബാക്കി പരിപാടി ചെയ്യട്ടെ. ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞ സമയമാണ്. ഞാൻ ഉച്ചയ്ക്കാണ് തുടങ്ങിയത്. എൻ്റെ കൂട്ടാൻ വെപ്പും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇത് എൻഡ് ചെയ്യുമ്പം ചിലപ്പം രാത്രിയായിരുന്നിരിക്കും. പക്ഷെ ഇത് ഒരു ദിവസം കൊണ്ട് ആക്ച്വലി വീഡിയോ എടുക്കാനും ഒന്നുമില്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ കൊണ്ട് തീരുന്ന കാര്യമാണ്. കാരണം അത് നല്ലപോലെ വറ്റി വരണം. അതിന് ഏകദേശം 1 മണിക്കൂറോളം എടുക്കും. എൻ്റെ ചട്ടിയുടെ വലുപ്പം അനുസരിച്ചിരിക്കും. ഇതിൽ വലിയ ചട്ടിയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും, അല്ലെങ്കിൽ കുറവ് സമയം മതി. പിന്നെ അത് ചട്ടി ആറാൻ ഇച്ചിരി സമയം വേണം. അതിനും ഒരു 1-2 മണിക്കൂർ എന്തായാലും പോവും. പിന്നുള്ളത് ഈ എണ്ണ പുരട്ടി ഇത് ഫുൾ സക്ക് ചെയ്യാൻ ഒരു 2 മണിക്കൂറത്തെ പരിപാടികളുണ്ട്. അതും കൂടെ കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഇനി ഒരു കാര്യവും കൂടെ ചെയ്യണം. അപ്പം നമുക്ക് ഇതൊക്കെ എണ്ണയെല്ലാം ഫുൾ ഈ ചട്ടി സക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കൊരു 1-2 മണിക്കൂറിന് ശേഷം ഇതെങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കാം. ഇപ്പോൾ ശാല എണ്ണ അതിനകത്ത് ഉണ്ട്. ഇത് കണ്ടോ, ഇതിപ്പം 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും എണ്ണയെല്ലാം നന്നായിട്ട് ചട്ടി വലിച്ചെടുത്ത് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു സബോള എടുക്കുക, അത് കട്ട് ചെയ്യുക, എന്നിട്ട് എണ്ണ ഒഴിച്ച് ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് ഈ സബോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റുമ്പം ഈ ചട്ടിക്കുള്ളിലെ എല്ലാ സൈഡിലേക്കും ഈ സബോള വഴണ്ടു വരണം. എല്ലാ ഭാഗത്തേക്കും സബോള നന്നായിട്ട് ആ സബോളയുടെ സംഭവം വഴലുമ്പോൾ ആ സബോളയുടെ ആ ഒരു ഇത് ചെല്ലണം. എല്ലാ കോർണറിലും എല്ലാ ഇതിലും സബോള ഇങ്ങനെ ഇട്ട് വഴറ്റണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയത്തില്ല. എല്ലാ ഭാഗത്തും സബോളയുടെ സംഭവം ചെല്ലണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം വഴറ്റുമ്പം ആ രീതിയിൽ വേണം വഴറ്റാനായിട്ട്. ചുമ്മാ അതിൻ്റെ ആ ഒരു നടുഭാഗത്ത് മാത്രമല്ല, അത് എല്ലായിടത്തും ആ സബോളയുടെ സംഭവം ചെല്ലുന്ന രീതിയിൽ വഴറ്റിയെടുത്ത് ഈ ഒരു ഇതാവുമ്പോഴത്തേനും ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതും നന്നായിട്ട് ആറണം. നന്നായിട്ട് ആറിയതിന് ശേഷം കൈകൊണ്ട് ജസ്റ്റ് എന്താ പറയുന്നത്, കഴുകുന്നതിന് മുമ്പേ ആ സബോളയുടെ സംഭവം എല്ലാം അതിലേക്കൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയതിന് ശേഷം ഇതുപോലെ പൊടികളിട്ട് ഏതെങ്കിലും അരിപ്പൊടിയോ കടലപ്പൊടിയോ ഇട്ട് നന്നായിട്ട് വീണ്ടും ചട്ടി നന്നായിട്ട് അങ്ങ് കഴുകിയെടുക്കുക. ഇതിങ്ങനെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശമൊക്കെ തീർന്നു. ഇനി ഇത് സ്റ്റൗവ് വെച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ എടുത്താൽ മതി. കുറച്ച് എണ്ണ ഒഴിച്ച് വീണ്ടും നന്നായിട്ട് അങ്ങ് പുരട്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇനിയും ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് കറികളും തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വേറെ ഇനിയും പരിപാടിയൊന്നുമില്ല. അപ്പം ഇപ്പോൾ എണ്ണ പുരട്ടുമ്പോൾ ഞാൻ കാണിച്ച അത്രയും എണ്ണ ഒഴിച്ചാൽ മതി. ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് പുരട്ടി വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ചട്ടിയെല്ലാം നന്നായിട്ട് മയങ്ങി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇനിയിപ്പം ഇതിനകത്ത് ഞാനിപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇനി ഉണ്ടാക്കുന്നില്ല. ഞാൻ നാളെയോ ഒക്കെ ഉണ്ടാക്കുന്നുള്ളൂ. ആദ്യം ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എപ്പോഴും പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇരുമ്പാണേലും മൺചട്ടി ആണേലും വറക്ക് വല്ല പപ്പടം കാച്ചുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി മെഴുക്കുരട്ടി പോലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന സാധാരണ ചട്ടി ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ. പിന്നെ ഞാൻ വേറൊരു കാര്യം കേട്ടിരിക്കുന്നത്, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഈ എണ്ണയില്ലേ നമ്മുടെ കഞ്ഞിവെള്ളം ഇതുപോലെ രാത്രിയിൽ നിറച്ചും കഞ്ഞിവെള്ളം ഒഴിച്ച് ഇത് കംപ്ലീറ്റ് കഞ്ഞിവെള്ളം ഒഴിച്ചിടുക. അത് ഓരോ ദിവസവും റിപ്പീറ്റ് ചെയ്യുക. ഒരു 2 ദിവസം കണ്ട് റിപ്പീറ്റ് ചെയ്യണം. എന്നിട്ട് ഒരു ദിവസം അത് എണ്ണ പുരട്ടി ഇതുപോലെ ചൂടാക്കി എടുക്കുക. നല്ലപോലെ വാഷ് ചെയ്തിട്ട് എണ്ണയൊക്കെ പുരട്ടി ഇതുപോലെ റെഡിയാക്കി എടുക്കുക. പിന്നെ ഞാൻ കേട്ടിരിക്കുന്നത് കഞ്ഞിവെള്ളം ഇതുപോലെ ഒരു ദിവസം ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അങ്ങനെയൊക്കെ. പിന്നെ വാളംപുളി, ഈ തേയിലയ്ക്ക് വരെ നമുക്ക് വാളംപുളി ചേർക്കാം. വാളംപുളി ചേർത്ത് ഇതുപോലെ നല്ലപോലെ, ഇപ്പം ഞാനിപ്പം ചെയ്ത സെയിം പ്രോസസ്സ് തേയിലയ്ക്ക് പകരം വാളംപുളി ചേർത്ത് ചെയ്താലും നല്ലതാണ്. പിന്നെന്താണ്, അങ്ങനെ കുറേ രീതിയിലുണ്ട്. പിന്നെ ഞാനിപ്പോൾ സബോളയല്ലേ വഴറ്റിയത്. ഞാൻ തേങ്ങ ചിരകിയത് വഴറ്റുന്ന നല്ലപോലെ. ആ തേങ്ങ ചിരകിയതപ്പോൾ അതിനകത്തുനിന്ന് ഇങ്ങനെ എണ്ണ ഇറങ്ങുമല്ലോ. അപ്പം അതിങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്ത്
ഇതിനകത്ത് എടുക്കുന്ന കണ്ടിട്ടുണ്ട്. ചിലർ മുട്ട ഇതുപോലെ നല്ലപോലെ ചിക്കി ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചട്ടി നന്നായിട്ട് മയങ്ങുമെന്ന് ഞാൻ പല ഇതിലും വീഡിയോകളിലും പലരും പറഞ്ഞു കേട്ടിരിക്കുന്നത്. പിന്നെ ചട്ടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചട്ടി എനിക്ക് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഈ ചട്ടി കഴുകുമ്പം സോപ്പ് ഉപയോഗിക്കുന്നത് അങ്ങനെ ശരിയല്ലെന്നാണ് കേട്ടിരിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ കടലപ്പൊടിയോ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകുന്നതായിരിക്കും നല്ലതെന്നാണ് ഞാൻ അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത് കൂടുതലും. ആദ്യമൊക്കെ ഞാൻ സോപ്പ് ഉപയോഗിക്കുമായിരുന്നു, പിന്നെ ഞാൻ അതാണ് ഇപ്പൊ ചെയ്യുന്നത്. കാരണം സോപ്പ് സക്ക് ചെയ്യുമെന്നൊക്കെ പറയുന്നു ഈ ചട്ടിയിലേക്ക്. ചാരമുണ്ടെങ്കിൽ, ചാരമാണ് പണ്ട് കാലത്ത് ചട്ടിയൊക്കെ കഴുകാൻ ഉപയോഗിച്ചിരുന്നത്. ഇപ്പം നമുക്ക് ചാരമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിപ്പം ഇതുപോലെ അരിപ്പൊടിയോ കടലപ്പൊടിയോ ഞാൻ കാണിക്കാം, ഇതുപോലെ ഒരു ടിന്നിനകത്താക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം ചട്ടി കഴുകുമ്പോൾ ഇതിട്ട് കഴുകും. അപ്പം ചകിരി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചകിരിയല്ല അത് എനിക്ക് ഈ പൊടിയില്ലേ, ഈ പൊടി സ്പോഞ്ച് ഇട്ട് കഴുകണമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ചകിരി ഇട്ട് കഴുകണമെന്ന് ഞാൻ കേട്ടു. ഞാൻ നേരത്തെ സ്പോഞ്ചായിരുന്നു. പിന്നാണ് ഞാൻ വിചാരിച്ചത് ഞങ്ങളുടെ ഇവിടെ തേങ്ങ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ ഈ മൂക്ക് കളയാതല്ലേ ഇവിടൊക്കെ കിട്ടുന്നത്. കാരണം കുറെ നാൾ കേടുകൂടാതിരിക്കും ഇതിൻ്റെ മൂക്ക് കളയാതെ വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഇത് ഞാനിങ്ങനെ എടുത്തു വെച്ച് അതുകൊണ്ട് ഈ പൊടി ഇട്ട് കഴുകിക്കഴിഞ്ഞാൽ നല്ലതായിട്ട് ഇതാണ്. സ്പോഞ്ച് ഇട്ട് കഴിയുമ്പോൾ സ്പോഞ്ചും ഈ പൊടിയും എല്ലാം കൂടി ഇങ്ങനെ അങ്ങ് ഒരു ചമ്മന്തി പരുവം പോലെ എനിക്ക് തോന്നിക്കും. അപ്പം ഇതിട്ടാണെങ്കിൽ, ഈ ചകിരി ഈ സംഭവം ഇട്ടാണെങ്കിൽ നല്ലതായിട്ട് എല്ലാം റെഡിയായി കിട്ടും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ ഒരു രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട, കൂടുതൽ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചൂടോടെ കഴുകല്. നമ്മൾ സ്റ്റീൽ പാത്രമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടോടെ കൊണ്ട് എന്താ പറയുന്നത്, നമ്മൾ ചിലപ്പം നമ്മുടെ കറിയൊക്കെ വേറൊരു പാത്രത്തിനകത്താക്കിയിട്ട് ചൂടോടെ പൈപ്പിന്റെ കീഴിലേക്ക് ഇതാക്കത്തില്ലേ, ഞാനങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ ഇതങ്ങനെ ചെയ്യില്ല, പെട്ടെന്ന് പൊട്ടിപ്പോന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷമേ കഴുകാവുള്ളൂ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ പുതിയ ചട്ടി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഒരിക്കലും സോപ്പിട്ട് കഴുകല്ലെന്നാണ് പറയുന്നത്. സോപ്പിട്ട് കഴുകി ഇതുപോലെ തന്നെ ഇതിട്ട് കഴുകണമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ചട്ടി ഏകദേശമൊക്കെ മയക്കി എല്ലാം റെഡിയാക്കുന്നത്. പിന്നെ ചിലർ ഈ ചട്ടി പുതിയതോട്ട് മേടിച്ച് വന്നിങ്ങനെ ഈ പരിപാടിയൊക്കെ ഇത് തിളപ്പിക്കുന്നതിനൊക്കെ മുമ്പ് കുറച്ച് നേരം വെള്ളത്തിൽ ഇത് ഫുൾ മുക്കി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. ആദ്യം വെള്ളത്തിൽ കുറേ നേരം മുക്കി വെക്കും, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് തിളപ്പിക്കും. ഇങ്ങനെ തേയിലയോ വാളംപുളിയോ ഇട്ട് തിളപ്പിക്കും, അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഈ ചട്ടി സ്ഥിരമായി ചട്ടി എപ്പോഴും ഉപയോഗിക്കുന്നവര് മീൻസ് ഞാൻ എൻ്റെ വീഡിയോസ് കുക്കിംഗ് വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ മിക്കവാറും ഞാൻ ചട്ടിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സ്റ്റീൽ പാത്രം വളരെ ചുരുക്കമേ എടുക്കത്തുള്ളൂ. മിക്കവാറും എൻ്റെ ഒരു കുഞ്ഞു ചട്ടി, എൻ്റെ എല്ലാ ചട്ടിയിലുമാണ് മിക്കവാറും എല്ലാം വെക്കുന്നത്. പച്ചക്കറി ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നവരിങ്ങനെ ഈ ചട്ടി നമ്മൾ സ്ഥിരമായിട്ട് അതല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പം കഴുകുന്നതിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ പോലെ ഈ സോപ്പ് ഉപയോഗിച്ച് കഴുകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതുപോലെ പൊടികൾ എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകും. ചിലപ്പം ഈ സോപ്പൊക്കെ ഇതിനകത്ത് സക്ക് ചെയ്യുന്നൊക്കെ പറയുന്ന കേട്ടു. ആ സോപ്പ് ഉപയോഗിച്ച് കഴുകല്ല എന്ന് പറയുന്നതെന്നൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ചട്ടിയൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. ചട്ടിയിലൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ താല്പര്യമുള്ളവർ. പിന്നെ അതൊക്കെ കുറച്ച് ഈ പറഞ്ഞാലേ നമ്മൾ അത് മാത്രം എടുത്ത് മാറ്റി വെച്ച് ഇതിലൊക്കെ കുറച്ചൊരു നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനൊക്കെ താല്പര്യമുള്ളവർ ചെയ്യുക, ഇതുപോലെ മയക്കിയെടുക്കാനും ഒക്കെ താല്പര്യമുള്ളവർ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ചട്ടി മയക്കൽ വീഡിയോ ആയിപ്പോയി. പിന്നെ ഇതിൽ ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അപ്പം അത് ഞാൻ ഇതിൻ്റെ
ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പം ഇത് പോസ്റ്റ് ചെയ്യുന്ന ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയത്തായിരിക്കത്തില്ല ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്, ഞാൻ കുറേ കഴിഞ്ഞായിരിക്കും ഇത് പോസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാനിത് ഇനിയിപ്പോൾ നാളെ മറ്റന്നാളും ഒക്കെ ഞാനിത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കും. അപ്പോൾ അത് ഞാനിതിൻ്റെ ബാക്കിൽ ഞാൻ ഓർക്കുവാണെങ്കിൽ വീഡിയോ എടുക്കാം, അത് ഞാനിതിൻ്റെ ബാക്കിൽ ഇട്ടേക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ എന്താ പറയുന്നത് അങ്ങ് ടാറ്റ ബൈ ബൈ പറയാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത് ഞാൻ മെഴുക്കുവരട്ടി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ഞാൻ പപ്പടമാണ് കാച്ചിയത്. പപ്പടം കാച്ചിയിട്ടാണ് ഞാൻ മെഴുക്കുവരട്ടി വെച്ചത്. അപ്പം ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ചട്ടിയൊക്കെ നന്നായിട്ട് മയങ്ങി കിട്ടിയിട്ടുണ്ട്. ആദ്യം പപ്പടം കാച്ചിലും മെഴുക്കുവരട്ടി വെക്കലും ആയിരിക്കും ചെയ്യുന്നത് നല്ലത്.